കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, തിരുവചനങ്ങൾ 45 മുതൽ. അക്കാലത്ത് മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുവല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കുന്നതിനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവനിത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും. അന്നു മുതൽ അവനെ വധിക്കുവാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുൻപേ ജെറുസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ വാരത്തിനും കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ഉള്ള ആഴത്തിലുള്ള ധ്യാനത്തിനുമൊക്കെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന ദിവസമാണല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ യോഹന്നാൻ്റെ സുവിശേഷം കർത്താവിൻ്റെ ആ ഒരു വിചാരണയ്ക്ക് വേണ്ടിയും പീഡാസഹനങ്ങൾക്ക് വേണ്ടിയും എല്ലാം ഇങ്ങനെ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 13 മുതലുള്ള അധ്യായങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവിൻ്റെ പീഡാസഹനവുമായിട്ട്, കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യോഹന്നാൻ സ്ലിഹായിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒത്തിരിയേറെ പ്രാധാന്യം വിശുദ്ധ യോഹന്നാൻ ഇത് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നൊരു കാര്യം, കർത്താവിലുള്ള ആളുകളുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. അവസാനമായിട്ടും ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിൽ നമ്മൾ വായിക്കുകയാണ്, മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. അതായത് കർത്താവ് മരിച്ച് 4 ദിവസം കഴിഞ്ഞ ഒരു വ്യക്തിയെ ഉയർപ്പിച്ചിട്ടും വളരെ പേർ കർത്താവിൽ വിശ്വസിച്ചു. എല്ലാവരും കർത്താവിൽ വിശ്വസിച്ചുവെന്ന് വചനം വീണ്ടും പറയുന്നില്ല. എല്ലാവരും കർത്താവിൽ വിശ്വസിച്ചുവെന്ന് വചനം പറയുന്നില്ല. കർത്താവ് മരിച്ച ഒരാളെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതിന് ശേഷവും വളരെ പേർ കർത്താവിൽ വിശ്വസിച്ചു, എന്നാൽ എല്ലാവരും വിശ്വസിച്ചില്ല. കുറേയേറെ ആളുകൾ ഫരിസേയരുടെ അടുത്ത് ചെന്ന് ആ ഒരു കോപ്പ് കൂട്ടുകയാണ്. ഞങ്ങൾക്കറിയാം കർത്താവ് എവിടെയാണ്, ഞങ്ങൾക്കറിയാം കർത്താവ് എന്താ ചെയ്യുന്നത്, നമുക്കറിയാം ഇന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നേരെ തിരിയുന്ന കുറേ ആളുകളെ നമുക്ക് കാണാം. ഉള്ളവരെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഇവിടെ കാരിസ് ഭവനിൽ വെച്ച് ഞാൻ മരിച്ച ഒരാളെ ഉയർപ്പിച്ചു എന്ന് വിചാരിക്കുക. സംഭവിക്കുകയല്ല, എന്നാലും ഞാൻ മരിച്ച ഒരാൾ ഉയർപ്പിച്ചു, പിറ്റേ ദിവസം ഇവിടെ എന്ന ആളായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? കാരിസ് ഭവൻ്റെ ഈ ഒരു ഹോള് മുഴുവൻ നിറഞ്ഞ ആളുണ്ടാവും. ഇനി അടുത്തത് ആരായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്, അടുത്തത് എന്തായിരിക്കുമെന്ന് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, യഥാർത്ഥ വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് ആരും അവരെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുവാൻ പരിശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് അടയാളങ്ങളോ അത്ഭുതങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും അവരുടെ ജീവിതത്തിൽ എപ്പോഴും വേണമെന്ന് അവരാരും ആഗ്രഹിക്കാറില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മളിങ്ങനെ ഞെക്കിപ്പഴിപ്പിക്കുന്നത് പോലെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം. കുറേ കാര്യങ്ങളിലും കുറേ ഇടങ്ങളിലും നമ്മുടെ വിശ്വാസം ഇങ്ങനെ ബാഹ്യമായ പല കാര്യങ്ങളിലും ഇങ്ങനെ കെട്ടപ്പെട്ടിരിക്കുക. നമുക്കറിയാം, ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ഇത്രയും ദിവസങ്ങളിലെല്ലാം ഈ നോമ്പ് കാലത്തിൽ ഒരുങ്ങി നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുക. പക്ഷെ ഇനി കണ്ടോ, ഒരു കാര്യം ഒരു സംശയമില്ലാതെ പറയാം, പെസഹായുടെ ഒന്നും ദുഃഖവെള്ളിയുടെ ഒന്നും ഈസ്റ്ററിൻ്റെ ജാഗ്രതത്തിൻ്റെ ഒന്നും ഇവിടെ ഈച്ച കുത്താൻ സ്ഥലമില്ലാത്തതുപോലെ ആളുകളായിരിക്കും. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ നോമ്പ് കാലത്തിൽ ഇവർക്കെല്ലാം എന്ത് പറ്റി? ഈ നോമ്പ് കാലത്തിൻ്റെ ഒരുക്കത്തിൻ്റെ സമയത്ത് ഇവരുടെയൊക്കെ വിശ്വാസം എവിടെയായിരുന്നു? പ്രിയമുള്ളവരെ, പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ ബാഹ്യമായ പ്രവർത്തികൾ,
പള്ളിയിൽ പോകുന്ന ആ പ്രവൃത്തിക്കാണ് പള്ളിയിൽ വെച്ച് കർത്താവിനോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുന്നതിനേക്കാൾ ചിലപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പലപ്പോഴും പല അനുഷ്ഠാനങ്ങളും ബാഹ്യമായ പ്രവൃത്തികളും ഭക്തിയുടെ പല അനുഷ്ഠാനങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയും ആഴമേറിയ വിശ്വാസത്തെ നമ്മൾ മറന്നു പോവുകയും ചെയ്യുകയാണ്. കുരിശിനെ മഹത്വപ്പെടുത്തിയത് ദൈവമാണെന്ന് നമ്മൾ മറന്നുപോയി. ഈ അൾത്താരയെയും ഈ ദേവാലയത്തെയും ഏറ്റവും മനോഹരമാക്കിയത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നും ദൈവസാന്നിധ്യമില്ലെങ്കിൽ ഇത് വെറുമൊരു കെട്ടിടം മാത്രമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എപ്പോഴും ദൈവത്തിലും ദൈവവുമായിട്ടുള്ള നമ്മുടെ ആഴമേറിയ ബന്ധത്തിലും ആ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിലുമാണ് ആഴപ്പെടേണ്ടത്. ആ വിശ്വാസത്തിൽ നിന്നാണ് ബാഹ്യമായ എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം വരേണ്ടത്. അപ്പോഴാണ് അവിടെ അതിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവർ പലരും കർത്താവ് പ്രവർത്തിച്ച പല അടയാളങ്ങളും കണ്ട് സമരിയാക്കാരി സ്ത്രീയുടെ അനുഭവം മുതലിങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. ആളുകളുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. പക്ഷെ എന്നിട്ടും എല്ലാവർക്കും അത് ബോധ്യമാകുന്നില്ല. അവർക്ക് ഇതൊന്നും പോരാ, അവർക്ക് ഇത്രയും കാര്യങ്ങളൊന്നും പോരാ. പലർക്കും ഇനിയും വിശ്വാസമായിട്ടില്ല. അവർ പലപ്പോഴും ഇപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ ബാഹ്യമായ പല കാര്യങ്ങളിലും ഭൗതികമായ കാര്യങ്ങളിലുമാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോയുടെ ജനസമ്മതി വർദ്ധിക്കുന്നത് കണ്ടിട്ട്, ഈശോ പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ കണ്ടിട്ട് ആ സൻഹദ്രീൻ അവരുടെ ആ ഒരു കൂട്ടായ്മയ്ക്ക് അവർ ഗവേണിംഗ് ബോഡിക്ക് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാവുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാകില്ല. ഒത്തിരിയേറെ ആളുകൾ ഇനിയും അവനിൽ വിശ്വസിക്കും. അവനിൽ എല്ലാവരും ഒരു കാലക്രമേണ അവനിൽ ഒത്തിരിയേറെ ആളുകൾ വിശ്വസിച്ചാൽ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടാകും. നമുക്ക് നമ്മുടെ അധികാരം നഷ്ടപ്പെടും, ഈ ദേവാലയം നഷ്ടപ്പെടും, റോമാക്കാർ ഒരുപക്ഷെ നമ്മളെല്ലാവരെയും നശിപ്പിക്കും. പ്രിയമുള്ളവരെ, ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം നന്മ എന്നതിൽ നിന്ന് മാറി സ്വാർത്ഥതയാകുമ്പോഴത്തേക്കും, സ്വന്തം ലാഭവും നേട്ടവും ആകുമ്പോഴത്തേക്കും ഇത് ദൈവികമാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുമോ, ഇത് ഒരു പ്രശ്നത്തിന് കാരണമാകുമോ? കാരണം ഇവരുടെ യഹൂദരുടെ സൻഹദ്രീൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കൂട്ടായ്മ കൂടിയാണ്. ഇവരിലൂടെ സമാധാനം നിലനിർത്താനായിട്ട് ഇവരെ അധികാരത്തിൽ എത്തിയിരിക്കുന്ന റോമാക്കാർ തന്നെയാണ്. അപ്പോൾ കർത്താവിൻ്റെ ജനസമ്മതി കൂടി വന്നാൽ, എല്ലാവരും അവനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ റോമാക്കാർ വന്ന് നമ്മളെല്ലാവരും നശിപ്പിക്കും. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴും മിശിഹ വന്നാൽ ഒരു യുദ്ധമുണ്ടാകുമെന്നും ആ യുദ്ധത്തിൽ റോമാക്കാരും അല്ലെങ്കിൽ ഇവർ അടിമപ്പെടുത്തുന്നവരെല്ലാം തുരുത്തി ഓടിക്കുമെന്നുള്ള ചിന്തയാലാണ്. പലപ്പോഴും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഭൗതികമായതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. എനിക്കെന്ത് ലാഭം കിട്ടും, അല്ലെങ്കിൽ എനിക്കെന്ത് നഷ്ടമുണ്ടാകും. ഞാൻ പള്ളിയിൽ പോയാലും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എനിക്കെന്ത് ലാഭം ഉണ്ടാകും, എനിക്കെന്ത് നഷ്ടമുണ്ടാകും. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്കെന്ത് ലാഭമുണ്ടാകും, എനിക്കെന്ത് നഷ്ടമുണ്ടാകും എന്നുള്ള ചിന്താധാരയിലാണ് പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളൊരാളെ സഹായിക്കുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കുന്ന ആ വ്യക്തിക്ക് എന്ത് നന്മ ചെയ്ത് കൊടുക്കാം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഒപ്പം ഞാൻ ഈ വ്യക്തിയെ സഹായിക്കുമ്പോൾ എനിക്കെന്ത് നേട്ടം കിട്ടും, എനിക്കെന്ത് ലാഭം കിട്ടും, ദൈവം എന്നിൽ പ്രസാദിച്ചേക്കും, എനിക്ക് സ്വർഗം കിട്ടും അല്ലെ. പലപ്പോഴും എവിടെയൊക്കെയോ ഒരു സ്വാർത്ഥതയുടെ എലമെൻറ്റ് നമ്മുടെയൊക്കെ എല്ലാ നന്മകളുടെ പിറകിൽ പോലും ചിലപ്പോൾ നമുക്ക് കണ്ടേക്കാം. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു പുരോഹിത പ്രമുഖന്മാരും ഈ റിലീജിയസ് ലീഡേഴ്സ് എല്ലാം കൂടി ഈശോയെ വധിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. ദൈവികമായതും ജീവൻ നൽകുന്നതും നന്മയിൽ ആഴപ്പെട്ടതുമായ പ്രവൃത്തികളിൽ പോലും പ്രിയമുള്ളവരെ ഇവർക്ക് നന്മ കാണാൻ പറ്റുന്നില്ല, ഇവർക്ക് ദൈവത്തിൻ്റെ കരം കാണാൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ കണ്ണുകൾ എപ്പോഴും തങ്ങളുടെ വ്യർത്ഥതയിലേക്കും സ്വാർത്ഥതയിലേക്കും തങ്ങളുടെ ലാഭത്തിലേക്കും മാത്രം തിരിഞ്ഞിരിക്കുകയായിരുന്നു. നമ്മുടെ കണ്ണുകൾ പ്രിയമുള്ളവരെ ഈ ഒരു നോമ്പ് കാലത്ത് കുറേ കൂടി വിശാലമാകട്ടെ. നമ്മുടെ ചുറ്റുമുള്ള പ്രവൃത്തികളിൽ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ, നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിൽ നന്മ കാണാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവികമായ ഇടപെടലുകൾ കാണാൻ നമുക്ക് സാധിക്കട്ടെ. എനിക്കെന്ത് ലാഭമുണ്ടാകും, എനിക്കെന്ത് നഷ്ടമുണ്ടാകും എന്നുള്ള സ്വാർത്ഥ ചിന്തയിൽ നിന്ന് മാറി എനിക്ക് എത്രമാത്രം നന്മ ചെയ്യാൻ സാധിക്കും, ഒരു വ്യക്തിയുടെ നന്മ എനിക്ക് എത്രമാത്രം ആഗ്രഹിക്കാൻ സാധിക്കും, ഒരു വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും, ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ പ്രവർത്തിക്കുന്നത് എനിക്ക് എത്രമാത്രം കാണാൻ സാധിക്കും, എൻ്റെ നഷ്ടങ്ങളിലും എൻ്റെ കോട്ടങ്ങളിലും എൻ്റെ തകർച്ചകളിലും പോലും എൻ്റെ ജീവിതത്തെ നന്മയിലേക്ക് പടുത്തുയർത്തുന്നവനാണ് കർത്താവ്. ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. കർത്താവ് പടുത്തുയർത്തുന്നതിന് മുൻപ് അവിടുന്ന് എല്ലാം തകർക്കുന്നുണ്ട്. പടുത്തുയർത്തുന്നതിന് മുൻപ് തകർത്തതിന് ശേഷമാണ് എല്ലാം പടുത്തുയർത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെടുമെന്നല്ല, എത്രമാത്രം ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കും അല്ലെ അകന്നു പോകും എന്നുള്ളൊരു മാനദണ്ഡം നമുക്ക് കീപ്പ് ചെയ്യാം.
ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും എത്രമാത്രം ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ പറ്റും, എത്രമാത്രം ദൈവസ്നേഹത്തോട് അടുക്കാൻ പറ്റും, എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും എന്നൊരു ചിന്ത നമുക്കുണ്ടാവട്ടെ. നമ്മുടെ സുഖങ്ങളും നമ്മുടെ ലാഭങ്ങളും നമ്മുടെ നേട്ടങ്ങളും നമ്മളെ ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകറ്റിക്കളയാതിരിക്കാൻ പ്രത്യേകിച്ചും ഈ വരുന്ന വിശുദ്ധവാരത്തിൻ്റെ ആഴമേറിയ ഒരു ധ്യാനം നമ്മളെ സഹായിക്കട്ടെ. ഓർക്കണം, ഇന്നത്തെ 2 വചനഭാഗങ്ങളിലും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൽ എല്ലാവരും ഒരുമയോടെ ആയിരിക്കണമെന്ന്. അതുകൊണ്ടാണ് കുരിശ് എപ്പോഴും ഭിന്നതയുടെ അടയാളമല്ല, ഒരുമയുടെ ചിഹ്നമാണ്. ഭിന്നതയുള്ളത് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നില്ല, ഭിന്നത എപ്പോഴും പിശാചിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് സഭയിലും നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മകളിലും ആ ഒരു കർത്താവിൽ ആഴപ്പെട്ട ഐക്യത്തിൽ നമ്മളെല്ലാവരും ഒരുമയിൽ മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.